Hi everyone, welcome to another session on UPSC Prelims 2026. Today we are going to deal with oceanography topic, that is ocean water circulation. How the water in this ocean circulates from one place to another. That is what we are going to deal today. അപ്പോൾ ഓഷൻ വാട്ടർ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ എർത്തിലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എർത്തിലെ വാട്ടർ നോക്കുമ്പോഴത്തേന് ഇപ്പോൾ ടോട്ടൽ എർത്ത് സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 3/4 എന്താണ്, വാട്ടറാണ്, ഹൈഡ്രോസ്ഫിയർ ആണ്. ബാക്കിയുള്ള ഒരു 1/4 മാത്രമാണ് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ 3/4 തന്നെ ഏകദേശം 3% മാത്രമേ നമുക്ക് ഫ്രഷ് വാട്ടർ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 97% ഓഷൻ. സോ അത്രയും വലിയൊരു ഏരിയ ആണ് ഓഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ജോഗ്രഫി പഠിക്കുമ്പോൾ നമുക്ക് ഓഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. ഇനി നമ്മൾ 3% ഫ്രഷ് വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ 79% സ്റ്റോർഡ് ആസ് ഐസ്. ഐസ് ആയിട്ടാണ് ഈ ഒരു 73% ഫ്രഷ് വാട്ടറിലെ 79% സ്റ്റോർ ആയിട്ടിരിക്കുന്നത്. 1% മാത്രമാണ് നമുക്ക് സർഫസ് വാട്ടർ ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഉള്ള 20% ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ 79% ഐസ് ആണ്, പിന്നുള്ള 20% ഗ്രൗണ്ട് വാട്ടർ ആണ്, പിന്നെ ആകെ 1% മാത്രമാണ് നമ്മൾ ഈ സർഫസിൽ കാണുന്ന എർത്തിന്റെ സർഫസ് വാട്ടർ ആയിട്ട് ഫ്രഷ് വാട്ടർ. സർഫസ് ഫ്രഷ് വാട്ടർ എത്രയേ ഉള്ളൂ, 1% ഉള്ളൂ. ബാക്കി ഈ സർഫസിൽ കാണുന്നതൊക്കെ ഓഷൻ വാട്ടർ ആണ്. സർഫസ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് 1% മാത്രമാണ്. ഈ 1% എന്ന് പറയുന്നതും ഈ 3% ഫ്രഷ് വാട്ടറിന്റെ 1% ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ 1% സർഫസ് വാട്ടർ എന്ന് പറഞ്ഞു, അതിൽ തന്നെ 52% നമുക്ക് ലേക്സ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയറിലൊരു 8% ഉണ്ട്. 38% സോയിൽ മോയ്സ്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലേക്സിൽ കുറച്ച് വാട്ടർ ഉണ്ട്. ഒരു ഹാഫ് ഓഫ് ദ വാട്ടർ ലേക്സിലാണ് സർഫസ് വാട്ടർ. പിന്നെ ഉള്ളതിലൊരു 1/3 എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ സോയിൽ മോയ്സ്ചർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ബാക്കി അറ്റ്മോസ്ഫിയർ, റിവേഴ്സ്, സ്ട്രീംസ് ഒക്കെ ആയിട്ട് ബാക്കി വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, 97% വാട്ടർ ഉണ്ട്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ബാക്കി ഫുള്ള് ഓഷൻ ആണ്. അപ്പൊ ഓഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത റിലീഫ് ഫീച്ചേഴ്സും ഫിനോമിനാസും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫിയിൽ. അപ്പോൾ നമുക്ക് ഓഷനിലെ ഓരോരോ സർക്കുലേഷൻസിനെ പറ്റി നോക്കാം. ഓഷൻ വാട്ടർ സർക്കുലേഷൻ, ഓഷൻ വാട്ടറിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഓഷൻ വാട്ടർ സർക്കുലേഷനെ ഹൊറിസോണ്ടൽ എന്നും വെർട്ടിക്കൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൊറിസോണ്ടൽ ആയിട്ട് വൈഡ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതുണ്ട്, അപ്പ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട്, വെർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഓഷൻ കറന്റ്സും വേവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓഷൻ കറന്റ്സും വേവ്സും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഓഷ്യാനിക് വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. ഇനി വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, അപ്വെല്ലിംഗ് ആൻഡ് ഡൗൺ വെല്ലിങ്ങും ടൈഡ്സും. ഇത് രണ്ടുമാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഓഷൻ വാട്ടറിന്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം വേവ്സ് എന്താണ്? വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ ഓഷൻ വാട്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നതിലുപരി ഓഷൻ സർഫസിൽ വിൻഡ് കൊടുക്കുന്ന എനർജി മൂവ് ചെയ്യപ്പെടുന്നു. ആ എനർജിയാണ് അവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ വേവ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് എന്താണ് ആലോചിക്കുന്നത്, ഓക്കെ കടലിലെ വെള്ളം മൂവ് ചെയ്ത് വരുവാണ്. അങ്ങനെയല്ല. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ ഈ ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഈ വാട്ടർ മോളിക്യൂൾ അല്ല അവിടെ മൂവ് ചെയ്യുന്നത്. ഈ വാട്ടർ മോളിക്യൂൾ ശരിക്കും ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ വരുന്ന വീശുന്ന വിൻഡ് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ എനർജി കുറയുമ്പോൾ ആ പോർഷൻ തിരികെ താഴെ വരും. ഈ വാട്ടർ മോളിക്യൂൾ ഇവിടെ മൂവ് ചെയ്യുന്നില്ല, ഈ വിൻഡിന്റെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് അവിടെ മൂവ് ചെയ്യുന്നത്. ആ ഒരു എനർജിയുടെ മൂവ്മെന്റ് ആണ് ശരിക്കും വേവ്സ് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ വാട്ടർ മോളിക്യൂൾസ് അല്ല മൂവ് ചെയ്യുന്നത്. ആ വിൻഡ് വാട്ടർ സർഫസിൽ കൊടുക്കുന്ന എനർജിയുടെ മൂവ്മെന്റ് ആണ് എന്ത്, വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വേവ്സ് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഷോറിന്റെ അടുത്താണോ വിൻഡിന് കൂടുതൽ ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്നത്, ഓപ്പൺ ഓഷനിലാണോ? ഒബ്വിയസ്ലി ഓപ്പൺ ഓഷനിലായിരിക്കും ആ വിൻഡിന് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതൽ വാട്ടറിന്റെ മേളിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പൺ ഓഷനിൽ ഈ വേവ്സ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. നമ്മുടെ കരയിലോട്ട് വരുംതോറും, ഷോറിലോട്ട് വരുംതോറും എന്ത് പറ്റും, ഈ വേവ്സ് ബ്രേക്ക് ചെയ്ത് കുറഞ്ഞു വരും. ഇനി നമ്മുടെ വേവ്സ് എടുക്കുവാണെങ്കിൽ നോർമലി ഒരു വേവ് എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് വേവ് ഇരിക്കുന്നത്, ഒരു പൊങ്ങി വന്നു
അതേപോലെ താന്നി ഇങ്ങനെ പൊങ്ങിയും താന്നുമല്ലേ വേവ്സ് ഇരിക്കുന്നത്. ഇതില് ഈ ടോപ്പ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രസ്റ്റ്, ഈ ബോട്ടം പോയിന്റിനെ വിളിക്കുന്നതാണ് ട്രഫ്. ഇനി നോക്കിയേ, നമ്മൾ വേവിന്റെ സൈസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഈ ഒരു ക്രസ്റ്റിനും അടുത്ത ക്രസ്റ്റിനും ഇടയ്ക്കുള്ള സൈസാണ് വേവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഓപ്പൺ ഓഷനിലായിരിക്കും വേവിന് ലെങ്ത് കൂടുതൽ, അതിന് കുറച്ച് വൈഡർ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഓപ്പൺ ഓഷനിലാണ്. നമ്മുടെ ഷോറിലേക്ക് വരുംതോറും എന്ത് ചെയ്യും? ഇതിങ്ങനെ അടുത്തടുത്ത് വന്ന് അവസാനം വേവ് ഇല്ലാതെ ആയി പോവും നമ്മുടെ ഷോറിൽ, അല്ലെ? ഇനി ഈ ഹൈറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? വേവിന്റെ ഈ ഹൈറ്റിനെ നമ്മൾ പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോ ഒരു ക്രസ്റ്റ് തൊട്ട് അതിന്റെ ട്രഫ് വരെയുള്ള ആ ഒരു സൈസിനെ, അതിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ട് ക്രസ്റ്റിനിടയ്ക്കുള്ള വിഡ്ത്തിനെയാണ് നമ്മൾ വേവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പൺ ഓഷനിലായിരിക്കും വേവ്സ് വളരെ ലാർജർ ആയിട്ടുള്ളത്. ഷോറിനോട് അടുക്കും തോറും ഇതിന്റെ വേവിന്റെ ലെങ്ത് കുറഞ്ഞു വരും. അവസാനം ഷോറിൽ എത്തിക്കഴിയുമ്പോൾ അത് ഡിമിനിഷ് ആയി പോകും, വേവ് നശിച്ചു പോകും. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിന്റെ മൂവ്മെന്റ് ആണെന്ന് വിചാരിക്കരുത്. വേവ് എന്ന് പറയുന്നത് ആ വിൻഡ്, കടലിന്റെ മേളിൽ അടിക്കുന്ന കാറ്റ് അല്ലെങ്കിൽ ആ വിൻഡ് ആ വാട്ടർ സർഫസിൽ കൊടുക്കുന്ന എനർജി, ആ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്ത്? വേവ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ ഓഷനിലായിരിക്കും വേവ്സ് ലാർജർ ആയിട്ടുള്ളത്. ഷോറിലേക്ക് എത്തും തോറും അത് ചെറുതായി വന്ന് ഷോറിൽ അടിക്കുമ്പോൾ അത് ഇല്ലാണ്ടായിപ്പോ. ഇനി ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നു, ലോവസ്റ്റ് പോയിന്റിനെ ട്രഫ് എന്ന് പറയുന്നു. രണ്ട് ക്രസ്റ്റിന് ഇടയ്ക്കുള്ള വിഡ്ത്താണ് വേവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ക്രസ്റ്റ് തൊട്ട് ട്രെഞ്ച് വരെയുള്ള ഹൈറ്റ് ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് വേവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ടൈഡ്? നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ആവുന്ന സംഭവമാണ് വേവും ടൈഡും, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് കൊടുക്കുന്ന എനർജി ട്രാൻസ്ഫർ ആവുന്നു. അപ്പൊ എന്താണ് ടൈഡ്? ടൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഷന്റെ വാട്ടറിനൊരു ലെവലുണ്ട്. ഇപ്പൊ ഓഷൻ വാട്ടർ ഇവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് ഓഷൻ വാട്ടറിന്റെ നോർമൽ ലെവല്. ചില സമയങ്ങളിൽ ഈ ലെവല് താന്ന് വരും, ചില സമയങ്ങളിൽ ഈ ലെവല് കൂടിപ്പോകും. ഈ ഒരു ലെവൽ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡ് എന്ന് പറയുന്നത്. ഓഷൻ വാട്ടറിന്റെ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ ടൈഡ് എന്ന് പറയുന്നത്. ഇതൊരു പീരിയോഡിക് ആയിട്ടുള്ള സംഭവമായിരിക്കും, എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും അല്ല ഉണ്ടാവുന്നത്. ഓരോ പീരീഡിനനുസരിച്ചിട്ടാണ് ടൈഡിന്റെ ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാവുന്നത്. കുറയുന്നതിനാണ് നമ്മൾ ലോ ടൈഡ് എന്ന് പറയുന്നത്. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് എവിഡന്റ് ആണ്, അല്ലെ? ലോ ടൈഡും ഹൈ ടൈഡും. ഈ ലോ ടൈഡും ഹൈ ടൈഡും ഉണ്ടാവുന്നത് വളരെ പീരിയോഡിക് ആയിട്ടാണ്. ആൻഡ് ഇതിന്റെ റീസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസ് ആയിട്ടുള്ള മൂണിന്റെയും സണ്ണിന്റെയും പ്രസൻസ് ആണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ എർത്തിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും യൂസിങ് ഇറ്റ്സ് ഗ്രാവിറ്റി ഫോഴ്സ്. ഇനി അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എർത്തും സണ്ണും ചേർന്ന് നമ്മുടെ എർത്തിനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? അത് മാത്രം ആണ് അവിടെ ഉള്ള ഫോഴ്സ് എന്നുണ്ടെങ്കിൽ എർത്ത് ചെന്ന് ഇവരിൽ ഇടിക്കത്തില്ലേ? അങ്ങനെ ഇടിക്കാതിരിക്കാനായിട്ട് ഉള്ള വേറൊരു ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ വരുന്ന ഗ്രാവിറ്റിയെ ബാലൻസ് ചെയ്യാൻ, ഈ സെലസ്റ്റിയൽ ബോഡീസ് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിന്റെ ഒരു കൗണ്ടർ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ ഗ്രാവിറ്റി കൂടാതെ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണവും എന്തുണ്ടാകാറുണ്ട്? ടൈഡിന്റെ ലെവലിന് ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആലോചിക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയും കമ്പൈൻഡ് എഫക്റ്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്? ടൈഡ്സ് അല്ലെങ്കിൽ ആ ഒരു പീരിയോഡിക് സീ ലെവൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ടൈഡ്സിന്റെ ടൈപ്സ് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ടൈഡ്സ് ഉണ്ടെന്നുള്ളത്. നമ്മൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ആലോചിക്കുക, ഒരു ദിവസത്തിൽ രാവിലെ ഒരു ടൈഡ് ഉണ്ടാവുന്നു, രാത്രി ഒരു ടൈഡ് ഉണ്ടാവുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡേ നമ്മൾ പറയുന്നതാണ് ഡയോണൽ എന്ന്. ഇത് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പത്തിന് പറയുവാണേ. ഒരു ഡേ, ആ ഡേയുടെ രാവിലെയും രാത്രിയും ഓരോന്നുണ്ടാവുന്നു, അതാണ് ഡയോണൽ. അതായത് ഒരു ഡേയിൽ രണ്ടെണ്ണം ഉണ്ടായി, അത് ഡയോണൽ. ഇനി ആ ഒരു ഡേയിൽ തന്നെ
രണ്ട് പ്രാവശ്യം ഹൈ ടൈഡും രണ്ട് പ്രാവശ്യം ലോ ടൈഡും ഉണ്ടായെന്ന് വെച്ചോ. ഒരു ഹൈ ഉണ്ടായി, പിന്നൊരു ലോ ഉണ്ടായി, പിന്നൊരു ഹൈ ഉണ്ടായി, പിന്നൊരു ലോ ഉണ്ടായി. ഇങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെല്ലിൽ രണ്ട് ഹൈ ടൈഡും രണ്ട് ലോ ടൈഡും ഉണ്ടായാൽ നമ്മളതിനെ സെമി ഡയാണൽ എന്ന് പറയും. ആലോചിക്കേ, ഇപ്പോൾ ഒരു ഡേയെ നമ്മൾ സെമി ആക്കി, രണ്ട് ഹാഫ് ആക്കി. അതിനകത്ത് ഒരു ഹാഫിൽ ഹൈയും ലോയും ഉണ്ട്, ഒരു ഹൈയും ഒരു ലോയും ഉണ്ട്. അപ്പം നമ്മൾ അതിനെ എന്ത് പറഞ്ഞു? ഡയാണൽ എന്ന് പറഞ്ഞു. ഒരു ഡേയെ രണ്ടാക്കിയിട്ട് അതിനകത്ത് ആദ്യത്തെ ഹാഫിലും ഒരു ഹൈയും ലോയും, രണ്ടാമത്തെ ഹാഫിലും ഒരു ഹൈയും ലോയും. അപ്പൊ രണ്ട് പ്രാവശ്യം അവിടെ ഡയാണലിന്റെ എഫക്റ്റ് വന്നില്ലേ? അതിനാണ് നമ്മൾ സെമി ഡയാണൽ എന്ന് പറഞ്ഞത്. ഒരു ഡയാണലിനെ നമ്മൾ സെമി ആക്കി, ആ ഓരോ സെമിക്കകത്തും ഓരോ ഹൈയും ലോയും വന്നു. അപ്പോൾ ഒരു ഹൈയും ലോയും ആണ് ഒരു ഡേയിൽ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡയാണൽ എന്ന് പറയും. രണ്ട് ഹൈയും രണ്ട് ലോയും ഉണ്ടായാൽ അതിന് നമ്മൾ സെമി ഡയാണൽ എന്ന് പറയും. മനസ്സിലായോ? അടുത്തത് നമ്മൾ പറഞ്ഞു സണ്ണിന്റെയും മൂണിന്റെയും പൊസിഷൻ, അല്ലെങ്കിൽ സണ്ണിന്റെയും മൂണിന്റെയും ഗ്രാവിറ്റി കാരണമാണ് ടൈഡ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരുടെ പൊസിഷന്റെ ഇമ്പാക്ട് എന്താണ്? സൺ എവിടെ നിൽക്കുന്നു, മൂൺ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ടൈഡ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്മൾ അതിനെ മെയിൻ ആയിട്ട് സ്പ്രിംഗ് ടൈഡ്സ് എന്നും നീപ്പ് ടൈഡ്സ് എന്നുമാണ് പറയുന്നത്. ഇനി സ്പ്രിംഗ് ടൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണും എർത്തും മൂണും ഇവര് മൂന്ന് പേരും ഒരേ ലൈനിലായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്പ്രിംഗ് ടൈഡിൽ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. സണ്ണും മൂണും എർത്തും സ്ട്രെയിറ്റ് ലൈനിലാവുമ്പോഴാണ് സ്പ്രിംഗ് ടൈഡ് ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ആ ഒരു നെറ്റ് ഇമ്പാക്ട്, ഗ്രാവിറ്റേഷണൽ ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കത്തില്ലേ? അപ്പോൾ സണ്ണും മൂണും എർത്തും ഒരേ ലൈനിൽ വരുമ്പോഴുണ്ടാവുന്നതാണ് എന്ത്? സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി രണ്ട് ഫേസിൽ ഉണ്ടാവാറുണ്ട്, ന്യൂ മൂൺ ഫേസിലും ഫുൾ മൂൺ ഫേസിലും. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസി. അതായത് നമുക്ക് ഈ മൂണിനെ കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ മൂണിന്റെ ലൈറ്റ് ഉള്ള ഫേസ് സണ്ണിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് എർത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത് ലൈറ്റ് ഇല്ലാത്ത ഫേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂ മൂൺ ഫേസിൽ നമുക്ക് മൂണിനെ കാണാൻ പറ്റത്തില്ല. ആ ന്യൂ മൂൺ ഫേസിലും ഉണ്ടാകാറുണ്ട്, ഫുൾ മൂൺ ഫേസിലും. അതായത് നമ്മൾ ഈ എന്താണ് പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ പറയത്തില്ല, ആ ഫേസിലും നമുക്ക് എന്തുണ്ടാവാറുണ്ട്? സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ടൈഡ് ഒരു മന്തിൽ 2 പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. ന്യൂ മൂൺ ഫേസിലും ഉണ്ടാവാറുണ്ട്, ഫുൾ മൂൺ ഫേസിലും ഉണ്ടാവാറുണ്ട്. എർത്തിന് മൂണും സണ്ണും സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് ആരുണ്ടാവുന്നത്? സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാവുന്നത്. ഇനി അടുത്തതാണ് എന്ത്? നീപ്പ് ടൈഡ്സ് എന്ന് പറഞ്ഞത്. നീപ്പ് ടൈഡ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എർത്തും സണ്ണും വെച്ച് നോക്കുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾ പൊസിഷൻ അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ രീതിയിലായിരിക്കും എന്തുണ്ടാകുന്നത്? നമ്മുടെ മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നീപ്പ് ടൈഡ്സ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത് ഈ ഒരു ഫോഴ്സ് രണ്ടും തമ്മിൽ, അതായത് നമ്മുടെ സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒരു കൗണ്ടർ ആക്ടിങ് പോലെ ആവും. നേരത്തെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരുമിച്ച് വലിക്കുമായിരുന്നു. ഇപ്പൊ ആലോചിക്കുക, രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് വലിക്കുവാണ്. അപ്പൊ എന്ത് പറ്റും? ആ ഒരു കൗണ്ടർ ആക്ടിങ് എഫക്റ്റ് എവിടെ ഉണ്ടാവും? നീപ്പ് ടൈഡിന്റെ സമയത്ത് ഉണ്ടാവും. അപ്പൊ അതാണ് നീപ്പ് ടൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ മൂണും സണ്ണും എർത്തും എങ്ങനെയാണ്? ഒരു റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ സ്പ്രിംഗ് ടൈഡ് പറഞ്ഞ പോലെ തന്നെ നീപ്പ് ടൈഡും 2 പ്രാവശ്യം ഉണ്ടാവാറുണ്ട് ഒരു മന്തിൽ. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ആദ്യം ഒരു സ്പ്രിംഗ് ടൈഡ് ഉണ്ടായി, പിന്നെ ഒരു നീപ്പ് ടൈഡ് ഉണ്ടായി, പിന്നെ സ്പ്രിംഗ്, പിന്നെയും നീപ്പ്. അപ്പൊ ആലോചിക്കുക, ഈ 7 ദിവസത്തെ ഗ്യാപ്പിലായിരിക്കും ഇത് തമ്മിൽ ഉണ്ടാവുന്നത്. സ്പ്രിംഗ് ടൈഡിനും നീപ്പ് ടൈഡിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 7 ദിവസമായിരിക്കും. 7 3 28. അപ്പോൾ ഒരു മാസമായില്ലേ? അപ്പോൾ ഒരു മാസത്തിൽ സ്പ്രിംഗ് ടൈഡ് 2 പ്രാവശ്യം ഉണ്ടാവും, നീപ്പ് ടൈഡ് 2 പ്രാവശ്യം ഉണ്ടാവും. ആൻഡ് അവ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 7 days ആയിരിക്കും. അപ്പൊ എന്താണ് ടൈഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ സണ്ണും മൂണും കൂടി എർത്തിനകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാട്ടർ ബൾജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡ് എന്ന് പറയുന്നത്. വേവ് എന്തായിരുന്നു? എനർജി ട്രാൻസ്ഫർ ആയിരുന്നു. ടൈഡ് എന്താണ്? വാട്ടർ ബൾജ് ആണ്. വാട്ടർ ബൾജ് അല്ലെങ്കിൽ ബൾജ് കുറയുമ്പോൾ എന്ത് പറ്റും? സീ ലെവലിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു സീ ലെവൽ ഡിഫറൻസിനെയാണ് നമ്മൾ ടൈഡ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറയാൻ വിട്ടോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടൈഡും പിന്നെ ഇത് നോർമൽ ലെവല്, പിന്നെ ലോ ടൈഡ് ലെവല്. ഈ ഒരു ഹൈ ടൈഡും ലോ ടൈഡും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത്. എന്താണ്? ടൈഡൽ റേഞ്ച്.
പിന്നെ നമ്മൾ പറഞ്ഞു ടൈഡിനെ നമ്മൾ ഡയോണൽ എന്നും സെമി ഡയോണൽ എന്നും പറഞ്ഞു. ഒരു ഹൈ ടൈഡും ഒരു ലോ ടൈഡും ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡയോണൽ എന്ന് പറഞ്ഞു. 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെ സെമി ഡയോണൽ എന്ന് പറഞ്ഞു. പിന്നെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ എന്താണ്, മൂണിന്റെയും സണ്ണിന്റെയും പൊസിഷൻ വെച്ചിട്ടാണ്. സ്പ്രിംഗ് ടൈഡ് ഉണ്ട്, നീപ്പ് ടൈഡ് ഉണ്ട്. സ്പ്രിംഗ് ടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു, അപ്പോൾ ഒരു കമ്പൈൻഡ് പുള്ള് വരുന്നു, അതാണ് എന്ത്, സ്പ്രിംഗ് ടൈഡ് എന്ന് പറഞ്ഞത്. നീപ്പ് ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിളിലാണ് മൂണും എർത്തും സണ്ണും വരുന്നത്, അപ്പോൾ അവിടെ ഒരു കൗണ്ടർ ബാലൻസിങ്, സണ്ണിന്റെയും മൂണിന്റെയും ഫോഴ്സ് തമ്മിൽ ഒരു കൗണ്ടർ ബാലൻസിങ് എഫക്റ്റ് വരും. സ്പ്രിംഗ് ടൈഡ് ഒരു മന്തിൽ 2 പ്രാവശ്യം ഉണ്ടാവും. എപ്പോഴൊക്കെയാണ്, ഫുൾ മൂൺ ഫേസിലും ന്യൂ മൂൺ ഫേസിലും. അതേപോലെ തന്നെ നീപ്പ് ടൈഡും 2 പ്രാവശ്യം ഉണ്ടാകാറുണ്ട്. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, 7 days ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ടൈഡിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത ഒരു വാട്ടർ മൂവ്മെന്റ് ആണ് എന്ത്, അടുത്ത ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആയിരുന്നു ഓഷൻ കറൻസ് എന്ന് പറയുന്നത്. ഓഷൻ കറൻസ് വിൽ മൂവ് ഇൻ ഹൊറിസോണ്ടൽ. ആ വാട്ടർ ഓഷൻ വാട്ടറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓഷൻ കറണ്ട് എന്ന് പറഞ്ഞത്. ഇനി വേവ് പോലെ അല്ലാതെ എന്ത് ഡിഫറൻസ് ആണ് ഓഷൻ കറൻസിനുള്ളത്? നമ്മൾ പറഞ്ഞു വേവ് എന്ന് പറയുമ്പോൾ വിൻഡ് കൊടുക്കുന്ന ആ ഒരു എനർജിയുടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ. ഇനി കറണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു വാട്ടർ ഫുള്ളായിട്ട് ഒരു മാസ് ഓഫ് വാട്ടർ അങ്ങനെ മൂവ് ചെയ്തു പോകുന്നു. ലൈക്ക് എ റിവർ. നമുക്ക് വേണമെങ്കിൽ പറയാം റിവർ ഇൻ സീ ആണ് എന്ത്, ഓഷൻ കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ചാനൽ, ഒരു വാട്ടർ ചാനൽ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വാട്ടറിന്റെ മാസ് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഒരു റിവർ ഒഴുകി പോകുന്ന പോലെ ഓഷന്റെ സർഫസ് വാട്ടർ ഒഴുകി പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഓഷൻ കറണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തായിരിക്കും, അതൊരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒഴുകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ റിവർ തന്നെ ആണെങ്കിലും അത് ഒഴുകുന്നതിന് ഒരു പാത്ത് ഉണ്ട്, അല്ലെ ഒരു ചാനലുണ്ട്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു ഓഷൻ കറണ്ട് ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്. അതായത് നമ്മുടെ വാട്ടർ എവിടെയെങ്കിലും ഒരിടത്ത് പൈലപ്പ് ചെയ്തു എന്ന് വെച്ചോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ എർത്തിന്റെ ഇക്വേറ്റർ. ഇവിടെ കുറേ നേരം വാട്ടർ പൈലപ്പ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഗ്രാവിറ്റി ഇതിൽ ആക്ട് ചെയ്തിട്ട് ഈ വാട്ടറിനെ പുള്ളി ചെയ്യും. അപ്പൊ ഈ വാട്ടർ എന്ത് ചെയ്യും, ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതൊരു റീസൺ ആണ്. അടുത്തൊരു റീസൺ ആണ് കൊറിയോളിസ് ഫോഴ്സ്. വെള്ളം മൂവ് ചെയ്യുന്നു, അപ്പൊ എന്ത് ചെയ്യും, കൊറിയോളിസ് ഫോഴ്സ് ഓരോ ഹെമിസ്ഫിയറിലേതിനനുസരിച്ച് ഇതിനൊരു ഡിഫ്ലക്ഷൻ കൊടുക്കും, അല്ലെ? ഒരിക്കലും ഒരു സാധനം സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാൻ ഈ കൊറിയോളിസ് ഫോഴ്സ് സമ്മതിക്കത്തില്ല, അതിനെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു റീസൺ ആണ്. അടുത്ത റീസൺ ആണ് എന്ത്, ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ഇക്വേറ്ററിൽ എപ്പോഴും ഇൻസുലേഷൻ വെർട്ടിക്കൽ ആയിരിക്കും, അപ്പോൾ അവിടെ വാംനെസ് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്, വാം വാട്ടർ ആണ്. ഈ വാം വാട്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറെ നേരം ഇവിടെ പൈലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നു, കൂളർ റീജിയണിലേക്ക്, കോൾഡർ പോളാർ റീജിയണിലേക്ക് മൂവ് ചെയ്യുന്നു, വാം വാട്ടർ മൂവ് ചെയ്യുന്നു. അങ്ങനെ വാം വാട്ടർ മൂവ് ചെയ്യുന്നത് കൊണ്ടും കറൻസ് ഉണ്ടാവും. അതാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് സലൈനിറ്റിയുടെ എഫക്റ്റ് ആണ്. സലൈനിറ്റിയുടെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോൾഡർ റീജിയൻസിലുള്ള വാട്ടർ, കൂൾ വാട്ടർ, ഇതിന് സലൈനിറ്റി എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഇവിടെ അടിയിലോട്ട് സിങ്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഈ സ്പേസിലത്തേക്ക് ഈ താഴേന്ന് ഇക്വേറ്ററിൽ നിന്ന് വരുന്ന ലെസ് സലൈൻ ആയിട്ടുള്ള വാട്ടർ വന്ന് ഇൻഗ്രസ് ചെയ്യും. അതും എന്താണ്, ഈ ഒരു ഓഷൻ കറണ്ടിന്റെ ഫോർമേഷന് കാരണമാവുന്നു. സലൈനിറ്റിക്ക് അനുസരിച്ചും വാട്ടർ മൂവ്മെന്റ് ഉണ്ടാവുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലാൻഡ് ആണ്. ലാൻഡിന്റെ എഫക്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഓഷൻ കറൻസ് കാണണം. പക്ഷെ പറയുവാണ്, ഈ ഒരു ഏരിയയിൽ ഒരു വലിയ ലാൻഡ് മാസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ വരുന്ന മൂവ് ചെയ്ത് വരുന്ന വാട്ടർ ഇവിടെയൊക്കെ തട്ടി ഇതിന്റെ ഡയറക്ഷൻസ് അലൈൻ ആവും. അതേപോലെ തന്നെ സ്പീഡിനെയും കൺട്രോൾ ചെയ്യും. ഓഷൻ കറൻസിന്റെ സ്പീഡിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആര്, ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഫാക്ടർ ഉണ്ടായിരുന്നു ഓഷൻ കറൻസിനെ കൺട്രോൾ ചെയ്യുന്നത്? ഗ്രാവിറ്റി, കൊറിയോളിസ് ഫോഴ്സ്, ടെമ്പറേച്ചർ, സലൈനിറ്റി, ലാൻഡ്. ഇതിനൊക്കെ അനുസരിച്ചാണ് ഓഷൻ കറൻസ് ഉണ്ടാകുന്നതും അത് മൂവ് ചെയ്യുന്നതും. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാനുള്ള റീസണും അത് ഉണ്ടാവാനുള്ള റീസണും ഇവയൊക്കെയാണ്. എന്താണ്, ഗ്രാവിറ്റി, കൊറിയോളിസ് ഫോഴ്സ്, ടെമ്പറേച്ചർ, സാലൈനിറ്റി ആൻഡ് ലാൻഡ്. അപ്പോൾ ഒരു റിവർ പോലെ നമ്മുടെ ഓഷന്റെ സർഫസ് വാട്ടർ, അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം, ഓഷനിലെ സർഫസ് വാട്ടർ ആണ് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ റിവർ പോലെ ഫ്ലോ ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഷൻ കറൻസ് എന്ന് പറയുന്നത്.
ഓഷൻ കറൻസ് ഉണ്ടാകാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഓഷൻ കറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? ഗ്രാവിറ്റി. എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് വാട്ടർ പൈലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രാവിറ്റി അതിനെ പുള്ള് ചെയ്ത് ബാക്കി ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് കൊറിയോളിസ് ഫോഴ്സ്. വാട്ടറിനെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, സ്ട്രെയിറ്റ് ലൈൻ ഡയറക്ഷനിലൊന്നും മൂവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യും? കൊറിയോളിസ് ഫോഴ്സ് എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നം ഉണ്ടാക്കി അതിനെ ഓരോ ഡയറക്ഷനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കും. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കും കൊറിയോളിസ് ഫോഴ്സ്. അപ്പൊ കൊറിയോളിസ് ഫോഴ്സിന്റെ ഇമ്പാക്റ്റിലും ഇതിനൊരു ഡെഫിനിറ്റ് ഡയറക്ഷൻ കിട്ടും. അതേപോലെ അടുത്തതാണ് ടെമ്പറേച്ചർ. വാം ഏരിയാസ് ആണ് ഇക്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉള്ള വെള്ളം ചൂടായി എന്ത് ചെയ്യും? അത് കൂളർ റീജിയണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. കൂളർ റീജിയണിൽ വാട്ടറിന് സലൈനിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ വാട്ടർ അവിടെ താഴേക്ക് സിങ്ക് ചെയ്ത് പോകുമ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഈ പോകുന്ന വാം വാട്ടർ ആ ഒരു കൂളർ റീജിയൻസ് ഓക്യുപ്പൈ ചെയ്യാൻ നോക്കും. എന്നിട്ട് അവിടെ നിന്ന് കൂളായി ഈ പറയുന്ന പോലെ സലൈനിറ്റി കൂടി പിന്നെയും അങ്ങനെയാണ് ഇതൊരു സർക്കുലേഷൻ ആയിട്ട് മാറുന്നത്. ഇനി അടുത്ത എന്താണ്? സലൈനിറ്റിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഉള്ളത് ലാൻഡ് ആണ്. ലാൻഡ് എന്താണ് ചെയ്യുന്നത്? ഈ വരുന്ന ഓഷൻ കറൻസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും. കാരണം അതൊരു ബാരിയർ പോലെ നിൽക്കും. ഓഷൻ കറൻസ് സ്പീഡിലാണ് വരുന്നതെങ്കിൽ ഈ ലാൻഡിൽ ഇടിച്ചിട്ട് സ്പീഡ് കുറഞ്ഞ് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് വരും. അപ്പൊ ഡയറക്ഷനെ സ്പീഡിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓഷൻ കറൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഫാക്ടേഴ്സും. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ വേവ്സ് പറഞ്ഞു, ടൈഡ്സ് പറഞ്ഞു, ഓഷൻ കറൻസ് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഈ ഓഷൻ കറൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്